ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി എയർ ബോ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലൊരു ലേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പഴയ ഡ്രസ്സിൻ്റെയൊക്കെ മുകളിലുള്ള ലേസ് എടുത്തതാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ കളയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ കേടുവരാത്ത ലേസൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ബോയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് രണ്ട് എൻഡ് ഇതുപോലെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സൂചി നൂലും വെച്ച് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച ബോയുടെ സെൻറ്ററിൽ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്കതിന് പകരം ഇതുപോലെ നല്ല സ്റ്റോണോ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചെടുക്കുക. അതാവും ഒന്നുകൂടെ ഭംഗി. അപ്പോൾ ഞാൻ നമ്മൾ ലേസിൻ്റെ ആ എൻഡിലുള്ളൊരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളടുത്ത് ഇതുപോലെയുള്ള നല്ല ഫ്ലവറോ സ്റ്റോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് മുകളിൽ ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ ആണ് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മൾ ചെറിയ ബോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് സെൻട്രൽ ഈ പീസ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നല്ല ടൈറ്റിൽ തന്നെ ഒന്ന് ഇത് മാറ്റിയിട്ട് നമുക്ക് ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് കൈവച്ച് തുന്നി കൊടുത്താലും മതി. അപ്പം നമ്മളെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടിയിൽ ക്ലിപ്പോ അല്ലെങ്കിൽ ഹെയർ ബണ്ണൊക്കെ വെച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ ക്ലിപ്പാണ് വെച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലുള്ള എയർ ബോയൊക്കെ നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്കും കൂടിയും ചെയ്യാം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബൈ.